വെൽക്കം സായിറ. ഗൗരി ജയൻ. സായിറ, അതായത് പറയാനുള്ളത്, നമ്മളുടെ മനസ്സമാധാനം നമ്മളുടെ കയ്യിലാണ് ഉള്ളത്. അതായത് ഒരു ഉദാഹരണത്തിന് ഒരു കഥ പറയുകയാണ്. ഒരു ഗുരു ശിഷ്യനും ഉണ്ടായിരുന്നു. അവർ ബ്രഹ്മചാരിയാണ്. അവരെ ഒരു കാട്ടിൻ്റെ ഓരത്തായിട്ട് ഒരു കുടിസയൊക്കെ കെട്ടി കുടിൽ കെട്ടി അവരെ താമസിക്കുകയായിരുന്നു. അപ്പോൾ ആ ശിഷ്യനാ എപ്പോഴും ഒരു മാതിരിയുള്ള ശോകത്തോടു കൂടി ഇങ്ങനെ ഇരിക്കും, ഓരോരോന്ന് ആലോചിച്ചിട്ടും അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു ആക്റ്റീവൊന്നും ഇല്ലാതെ എപ്പോഴും നോക്കിയാലും ഇങ്ങനെ ചോർന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശരി, നമ്മുടെ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കാം, എന്താണ് നമുക്ക് കാരണം, ഇങ്ങനെ മനസ്സൊരു സമാധാനവും ഇല്ലല്ലോ, അത് എന്തുകൊണ്ടാണ്, നമുക്ക് നമ്മളോട് ഗുരുവിനോട് ചോദിക്കാം എന്ന് പറഞ്ഞ അവർ വിചാരിച്ചു. അതിന് ശേഷം ഗുരുവോട് ശിഷ്യൻ ചോദിക്കുകയായിരുന്നു, ഗുരുവേ, എനിക്കൊരു മനസ്സമാധാനവും ഇല്ല, എന്താണ് കാരണം, സമാധാനക്കുറവ് എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് എപ്പോഴും ഒരു മനസ്സിനൊരു സമാധാനവും ഇല്ല എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ആ ഗുരു പറഞ്ഞു, അങ്ങനെയാണോ, നിനക്ക് അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരാം, നമുക്ക് പോവാം പറഞ്ഞ് ആ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുഴയിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്ത്രീ, നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ആ വഴിക്ക് വരികയും അപ്പോൾ ആ സ്ത്രീ ഈ ഗുരുവിനോട് ചോദിക്കുകയായിരുന്നു, ഗുരുവേ, എനിക്ക് ഈ പുഴയൊന്നും കടക്കാൻ പറ്റില്ല, നിങ്ങളോട് തോളിലേറ്റി എന്നെ കരയ്ക്ക് കയറ്റാമോ എന്ന് പറയുകയായിരുന്നു. അതിനുശേഷം ആ ഗുരു ഒന്നും തന്നെ ആലോചിക്കാതെ ഗുരു ആ തോളത്തെ ഏറ്റിയിട്ട് സ്ത്രീയെ വന്നിട്ട് പുഴയ്ക്ക് അപ്പുറത്ത് കടത്തുകയായിരുന്നു. കടത്തിയ ശേഷം ഈ അമ്മ പോകുകയും അതിനുശേഷം ഈ ശിഷ്യന് മനക്കുഴപ്പമായിരുന്നു. നമുക്ക് അവർ ബ്രഹ്മചാരിയല്ലേ, അതുകൊണ്ട് ഈ ഗുരു എങ്ങനെയാണ് ഈ അമ്മയെ തൊട്ടത്, അതൊരു സ്ത്രീയാണല്ലോ, സ്ത്രീയെ തൊടാൻ പാടില്ല എന്നാണല്ലോ ഗുരു നമ്മൾക്ക് പാഠം എടുത്തുകൊണ്ടിരിക്കുന്നത്, ഉപദേശമൊക്കെ തരുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ഗുരു അങ്ങനെ ഈ അമ്മയെ എടുക്കാനും ഇതൊക്കെ ചെയ്തത്, അത് തെറ്റല്ലേ, അത് ഗുരുവിനോട് ചോദിച്ചേ പറ്റൂ എന്നുള്ള ആ ശിഷ്യന് ഒരേ കുഴപ്പമായിരുന്നു. അപ്പോഴാണ് ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. ചോദിക്കാനും ഒരു ഭയം, എങ്ങനെയാണ് ഗുരുവോട് ചോദിച്ചാൽ ഗുരു ദേഷ്യപ്പെടുവോ, എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ ആ ശിഷ്യൻ ആലോചിച്ച് കൊണ്ട് പോവുകയായിരുന്നു. അവരുടെ വീട്ടിലേക്ക് പോകുകയും ഇവർക്ക് അതേക്കുറിച്ച് മാത്രമാണ് ആലോചന ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ആ സ്ത്രീയെ തോളയിലേറ്റിയിട്ട് പുഴ കടത്തിയത്, എങ്ങനെയാണ് നമ്മൾക്ക് നല്ല സ്ത്രീയെ തൊടരുതേ, സ്ത്രീയെ അമ്മയായിട്ട് വിചാരിക്കണം, ഏതൊരു സ്ത്രീയും നമ്മളുടെ അമ്മയാണെന്നൊക്കെയല്ലേ നമ്മളെ നമ്മളെ പറഞ്ഞു തരുന്നത്, ഉപദേശം തരുന്നത്. പിന്നെ എങ്ങനെയാ ഗുരു ആ സ്ത്രീയെ എടുത്തത് എന്നുള്ള ഈ കുഴപ്പം തന്നെയായിരുന്നു ആ ശിഷ്യന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ചോദിച്ചേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്ത്രീയെ തോളത്തേറ്റി ഇത് നിങ്ങൾ തുടരുതേ പറഞ്ഞതല്ലേ, നിങ്ങളെ തന്നെയല്ലേ നിങ്ങൾ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങളല്ലേ ആ പ്രവൃത്തി ചെയ്തത്, അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗുരു മറുപടി പറയുകയായിരുന്നു, അങ്ങനെയാ, ഞാൻ തോളത്തെ ഏറ്റി പോയി ഈ ഭാരം ചുമന്നു കൊണ്ട് അക്കരെ കടത്തിയ ആ ഭാരത്തെക്കാളും നിനക്കാണല്ലോ ഭാരം ജാസ്തി, നീ അതേക്കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. നമ്മൾ ആ കാട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ ഭംഗിയുള്ള കാര്യങ്ങൾ എത്രയാണ് അവിടെ ഉള്ളത്, പക്ഷികൾ ചിലിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ആനകൾ പോകുന്നതും ഓരോ പക്ഷിമൃഗങ്ങൾ പാട്ട് പാടുന്നതും ഓരോരോ ഇതൊന്നും നീ രസിക്കാൻ, അരുവിയിൽ കൂടെ വെള്ളം പോകുന്നതും
ഇതൊന്നും നിനക്ക് രസിക്കാൻ പറ്റുന്നില്ല. എത്ര ഭംഗിയുള്ള ചെടിയായിരുന്നു, അവിടെ പൂക്കളായിരുന്നു. ഇതൊന്നും നിനക്ക് ഈ ഭംഗിയുള്ള കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ പറ്റാതെ നിൻ്റെ മനസ്സിലുള്ളത് എന്താണ്? ഞാൻ എന്നെക്കുറിച്ച് മാത്രമായിരുന്നു. എങ്ങനെയാ ആ സ്ത്രീയെ തൊട്ടത്, അത് തൊടാൻ പാടില്ലല്ലോ, ഇതെല്ലാമായിരുന്നല്ലേ നിൻ്റെ ആലോചന. അതായത് സ്ത്രീ പുരുഷൻ ഒന്നുമില്ല. നമ്മളോട് ഒരു ഹെൽപ്പ് ചോദിച്ചു വച്ചാൽ നമ്മളത് ചെയ്യുന്ന പ്രവൃത്തി മനസ്സിലൊന്നും വിചാരിക്കാതെ ഒന്നും ആലോചിക്കാതെ ചെയ്യുന്ന പ്രവൃത്തി, എന്ത് നല്ല പ്രവൃത്തികളെ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാം. അതിന് സ്ത്രീ പുരുഷൻ ഒന്നുമില്ല. ഞാൻ ആ നേരത്തിൽ സ്ത്രീയോ പുരുഷനോ ഒന്നുമല്ല ആയിരുന്നു ആലോചിച്ചത്, ഒരു ഹെൽപ്പ് അത് മാത്രമാണ് ആലോചിച്ചിരുന്നത്. അങ്ങനെ പറഞ്ഞ ശേഷം ആ ശിഷ്യനോട് പറഞ്ഞു, ഓ എൻ്റെ ചുമേനെക്കാട്ടിലോ ആണല്ലോ നിനക്ക് ചുമ. ഇത് കാരണമാണ് നിനക്ക് എപ്പോഴും ആലോചനയിൽ കൂടെ ഒരു സമാധാനം ഇല്ലാതെ ആകുന്നത്. വേറെ ഒരു കുഴപ്പമില്ല. ഇതൊരു ചെറിയ കാര്യമാണ് സായിറ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു അടുത്ത പ്രവൃത്തിയെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കാതെ നമ്മളെ പ്രവൃത്തി എന്താണോ അത് ചെയ്തുകൊണ്ട് പോകുക, സത്യനേർമ്മയ്ക്ക് പോകുക, അത്ര തന്നെ. പിന്നെ നമ്മളെക്കുറിച്ച് അവരെന്താ ആലോചിക്കുന്നത്, ഇതൊന്നും നമ്മൾ ആലോചിക്കാതെ പോയിക്കൊണ്ടിരിക്കുക, അത്രമാത്രം തന്നെ. പിന്നെ ആരുടെയും കാര്യം നമ്മൾ നോക്കണ്ട. അതായത് നോക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കണ്ടെന്നല്ല, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. നമ്മൾ വിശേഷത്തിന് ഒരു നല്ല കാര്യത്തിനൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പോകണം. അവരോട് കൂടി അവർക്ക് എന്താണോ സന്തോഷം ആ സന്തോഷം നമ്മൾ ഏൽക്കണം. അവർക്ക് നല്ലതായാലും സന്തോഷമായാലും ദുഃഖമായാലും നമ്മളതിൽ പങ്കിടുന്നതൊക്കെ കാര്യം തന്നെ. പക്ഷേ അവരുടെ വളർച്ചയെ നോക്കി അവരെങ്ങനെയാണ് അങ്ങനെ വളർന്നത്, അവരെന്തായിരിക്കും ചെയ്യുന്നത്, ഇതൊന്നും നമ്മൾ ആലോചിക്കരുത്. അവർ വളരുകയാണെങ്കിൽ ആ വളർച്ചയെ നോക്കി സന്തോഷപ്പെടുക. ആ സന്തോഷം നമ്മൾക്കും ചേർന്ന് കിട്ടുന്നതാണ്. നമ്മൾ അവരെ നോക്കി, അതായത് എങ്ങനെയാണെന്ന് ഒരു മോശമായ ഒരു പാർവിയിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതേ മോശം തന്നെയാണ് കിട്ടുന്നത്. അത് മോശം എന്ന് പറയുന്നത് പല വിധവും ഉണ്ട്. അത് നമ്മളുടെ വിചാരങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് ഏത് കാര്യവും നടക്കുന്നത്. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നമ്മളുടെ മനസ്സമാധാനം നമ്മളോട് കയ്യിൽ മാത്രമാണ്. നമ്മളെക്കുറിച്ച് ആലോചിക്കുക, നല്ല കാര്യങ്ങൾ വിചാരിക്കുക, നല്ലത് മാത്രമേ നമ്മൾക്ക് വന്ന് ചേരുള്ളൂ. അത്ര തന്നെ പറയാനുള്ളത്. ബാക്കി ഇത് ഒരു ചെറിയ വീഡിയോ ആണ്. അതായത് നിങ്ങൾ എന്താ ഇതൊക്കെ നിങ്ങൾ എന്തിനാ അതൊക്കെ പറയുന്നത് എന്നൊന്നും വിചാരിക്കരുത്. ആർക്ക് എന്തറിയുന്നോ അത് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. നമ്മൾ ആർക്ക് വേണമെങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നത് ഒരു ഭയവും ഇല്ലാതെ നമ്മൾ പറയാം. വയസ്സോ ജാതിഭേദമോ ഭംഗിയുള്ളവരോ ഭംഗിയില്ലാത്തവരോ പൈസയുള്ളവരോ പൈസയില്ലാത്തവരോ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും ഒന്നാണ്. നമുക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. മനുഷ്യന്മാർക്ക് മാത്രമേ സംസാരിക്കാനുള്ള ശക്തി ദൈവം കൊടുത്തിട്ടുള്ളൂ. നല്ല കാര്യങ്ങൾ സംസാരിക്കുക, നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല കാര്യങ്ങൾ നമ്മൾ കണ്ണിൽ കൂടെ കാണുക. അതൊക്കെയാണ് നമ്മളോട് സന്തോഷങ്ങൾ. അത്ര തന്നെ പറയാനുള്ളത്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.